നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അടൂർ പട്ടാഴിമുക്കിൽ അധ്യാപകയുടെയും സുഹൃത്തിന്റെയും മരണത്തിനിടയാക്കിയ അപകടമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേസിലെ ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. മരിച്ച അനുജയുടെയും ഹാഷിമിന്റെയും ഫോൺ കോൾ ലിസ്റ്റുകൾ, സമൂഹ മാധ്യമ ഇടപെടലുകൾ എന്നിവ അന്വേഷണ പരിധിയിലുണ്ട്. അനുജയും ഹാഷിമും ഒരു വർഷത്തിലായി അധികമായ അടുപ്പത്തിലായിരുന്നുവെന്നും സൗഹൃദത്തെ ഉലച്ച കാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്തും ശശിനാരായണനും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഈ അധ്യാപകയുടെയും സുഹൃത്തിന്റെയും മരണം നടന്നിട്ട് ഒരു ദിവസം പിന്നിടുന്നു. ഇതുവരെയും ഈ സംഭവത്തിൽ, ഈ മരണത്തില് ദുരൂഹത പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. രണ്ടുപേരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുകയായിരുന്നോ, അതോ അനുജയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം, പിന്നീട് സ്വയം ജീവനെടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഹാഷിമിൻ്റേത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. മാത്രമല്ല, അതോടൊപ്പം ഇരുവരും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷത്തിലായി അധികമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവരുടെ ബന്ധത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? പോലീസ് ഒരു അന്തിമമായ വ്യക്തത ഇനിയും വരുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പോലീസ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉൾപ്പെടെ വാട്സപ്പ് ചാറ്റുകൾ അടക്കം പരിശോധിച്ച് അതിന്റെ കൃത്യമായ വിവരം, കാരണം രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും മൊഴിയെടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ വീട്ടുകാർക്കും കാര്യമായ യാതൊന്നും അറിയില്ല. അന്നുണ്ടായ ഒരു സംഭവം, ഈ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് മടങ്ങി വരുന്ന വഴി ഈ വാഹനത്തിന് കുറുകെ വെച്ച ശേഷം ഈ അനുജയെ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ചില കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരിൽ നിന്നും അറിയാൻ സാധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ചാണ് കൊണ്ടുപോയത് എന്നും പറയുന്നു. അതായത് അനുജയ്ക്ക് ഈ ഹാഷിമിനൊപ്പം പോവാൻ താല്പര്യമില്ലായിരുന്നു എന്നതുവരെ വ്യക്തമാണ്. എന്തായാലും ഈ അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി തുടരന്വേഷണത്തിനാണ് ശ്രമിക്കുന്നത്. അവിടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരം ഡിജിറ്റൽ തെളിവുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമികമായുള്ള നിഗമനം, അനുജയെ നിർബന്ധിച്ച് കൊണ്ടുപോയി പിന്നെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നു. അതിനിടയിൽ വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റി രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്ന നിലയിലേക്ക്, ഒരു കൊലപാതകത്തിലേക്ക് കൂടി, അതായത് അനുജയെ കൂടി കൊന്ന് ഇല്ലാതാകുന്നു ഹാഷിം എന്നത് വേണം ഇപ്പോൾ പ്രാഥമികമായുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിലെല്ലാം ഒരു അന്തിമമായ വ്യക്തത വരണമെങ്കിൽ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ അടക്കം ഇവരുടെ സംഭാഷണങ്ങൾ അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. ഈ വിളിച്ചു പോയതിനു ശേഷം ഈ അധ്യാപകൻ അതിനുശേഷം ഈ ഫോണിലേക്ക്, അനുജയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അനുജ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മരിക്കാൻ പോകുന്നു തങ്ങൾ എന്നൊക്കെ പറഞ്ഞതായി പറയുന്നുണ്ട്. അതൊരു പക്ഷേ ഹാഷിം അറിയിച്ച ശേഷമാണോ ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായതെന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും വിഷ്ണു എന്ന പേരിലാണ് ഹാഷിം, അതായത് ഒരാൾ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് അധ്യാപകർ പറയുന്നത്. തൻ്റെ ബന്ധുവായിരുന്നു ഈ കൂട്ടിക്കൊണ്ടുപോയ ആൾ എന്നും അനുജ തന്നെ ഈ അധ്യാപകരോട്, കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരോട് പറഞ്ഞതായുള്ള വിവരവും വരുന്നുണ്ട്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അനുജയെ കൊന്ന ശേഷം സ്വയം മരിക്കുക, അതായത് രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനിടയാക്കിയ കാരണം എന്താണ്, ഇവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്താണ് എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും കരുതിക്കൂട്ടിയുള്ള, അതായത് ഇങ്ങനെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സ്വയം തീരുക എന്ന നിലയിലേക്ക് ഹാഷിം എത്താനുണ്ടായ പ്രകോപനം എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ടോം, ശ്രീജിത്ത് തുടരുക. ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇന്നലെ ഈ സംഭവം നടന്ന് തൊട്ടു പിന്നാലെ അധ്യാപകരുടെയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരുടെ ചില മൊഴികൾ ലഭിച്ചിരുന്നു പോലീസിന്. ഒരു ബന്ധുവാണ് വന്നിരിക്കുന്നത്, ബന്ധുവിനൊപ്പം പോവുകയാണെന്ന് പറയുന്നു. മാത്രമല്ല, താൻ മരിക്കും എന്ന രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ ഈ അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നും സഹപ്രവർത്തകർ പറയുന്നുണ്ട്. ഒരു ഭീഷണി ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ ഈ ഹാഷിമിന്റെ ഭാഗത്ത് നിന്ന് ഈ അനുജയ്ക്ക് ഉണ്ടായിരുന്നോ, അതോ ഇരുവരും ഒന്നിച്ച് മരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തതയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ, രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. തെളിവുകൾ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹാഷിമിന്റെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നു,
ഈ അധ്യാപികയുടെ ഫോണിൽ നിന്നും മാത്രമായിരിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവിലേക്ക്, വിവരങ്ങളിലേക്ക് പോലീസ് എത്താനുള്ള ഒരൊറ്റ വഴി. അതിൽ നിലവിൽ പ്രാഥമികമായും പോലീസ് എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? ഫോൺ ലിസ്റ്റ്, സമൂഹ മാധ്യമങ്ങൾ, അതോടൊപ്പം ഈ അധ്യാപികയുടെ, അനുജയുടെ ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടോ? നീക്കവും കാര്യങ്ങളുമാണ് ഇതൊരു ആത്മഹത്യ എന്നൊരു തരത്തിലേക്ക് ആദ്യ ഘട്ടത്തിൽ മാറിയത്. പിന്നീടാണ് ഇപ്പോൾ ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹത ഈ രണ്ടുപേരുടെ മരണത്തിൽ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലേക്ക് പോലീസ് പോയിട്ടുള്ളത്. അത് പ്രധാനമായും ഈ അനുജയും ഈ ഹാഷിമും തമ്മിലുള്ള കഴിഞ്ഞ ഒരു വർഷമായി ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു, അടുത്ത് ഇടപഴകുന്ന സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മ ഈ സൗഹൃദത്തിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിൽ അനുജയെ കൂട്ടിക്കൊണ്ടുപോയി ഒരുപക്ഷെ കൊലപ്പെടുത്തിയിട്ട് സ്വയം മരിക്കുക എന്നൊരു തീരുമാനം ഹാഷിം എടുത്തിട്ടുണ്ടായിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനത്തിൽ എതിരെ വന്ന വാഹനത്തിൽ കൊണ്ട് മനഃപൂർവ്വം ഇടിച്ച് മരണപ്പെട്ടതെന്നുള്ളതാണ് ഈ പോലീസിന്റെ ഒരു ഇപ്പോഴത്തെ നിഗമനം. കാരണം ഇത് പ്രധാനമായും ഇവർ തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങളെ, ഈ ചാറ്റുകളൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രം ഡിജിറ്റൽ തെളിവുകൾ ഇതിന് ആധികാരികമായി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് പ്രധാനമാണ്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ വാഹനം അപകടത്തിൽപ്പെട്ടതോടെ ഈ ഹാഷിമിന്റെ ഫോൺ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നാശമായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അനുജയുടെ ഫോണും മറ്റു കാര്യങ്ങളുമാണ് പരിശോധന. അതിനകത്ത് ഫോണിലെ കോൾ ലിസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയിലോ ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതാണോ ഈ ഇത്തരം ഒരു മരണത്തിലേക്ക് നയിക്കാൻ കാരണമെന്ന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അത് പോലീസ് അത്തരത്തിലാണ് നടത്തുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വാഹനാപകടത്തിൽ രണ്ടുപേർ മരണപ്പെടുന്നു എന്ന രീതിയിൽ മാത്രം കണ്ടിരുന്ന ഒരു ഈ അപകടം, അത് പോലീസിന്റെ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ തരത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിൽ എത്തിക്കണം. കാരണം ഇവർ തമ്മിലുള്ള ഒരു ബന്ധവും അതിനിടയിൽ ഉണ്ടായ ചില പോരായ്മകളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഈ അധ്യാപിക തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് പോലീസ് തിരിച്ചു വന്ന് ഇതിനകത്ത് വെച്ച് ഈ വണ്ടി ഹാഷിം കൊണ്ടുവന്ന കാർ ക്രോസ് ഇട്ടതിന് ശേഷമാണ് ഈ വാഹനത്തിൽ നിന്ന് ഈ അനുജയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് തന്റെ ബന്ധുവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു എന്ന പേര് കൂടി പറയാൻ സാഹചര്യം. അധ്യാപകന്മാരുടെ കൂടെയുള്ള അധ്യാപകരോട് പറഞ്ഞേക്കുന്നത് എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞാണ് ഈ കാറിൽ കയറി പോകുന്നത്. പക്ഷെ വ്യക്തമാണ്. ശ്രീജിത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ശശിനാരായണൻ സൂചിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു തന്നെ ഹാഷിം അപായപ്പെടുത്തുമെന്ന അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ അധ്യാപിക അയാൾക്കൊപ്പം ഇറങ്ങിപ്പോകുമായിരുന്നോ? അതല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി, എന്തെങ്കിലും തലത്തിലുള്ള ഒരു ഭീഷണികൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി പോലീസ് സംശയിക്കുന്നുണ്ടോ ശ്രീജിത്ത്? ടോം, ഇതിലാകെ നമുക്ക് ചില ഊഹാപോഹങ്ങളിലേക്ക്, അതായത് ചില നിഗമനം ആ തരത്തിൽ മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ. ആ സംഭവ സ്ഥലത്തുണ്ടായ അധ്യാപകരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ വാഹനം ക്രോസ് ചെയ്ത് നിർത്തുന്നു, അതായത് ഈ വാഹനത്തെ പിന്തുടർന്നു, വാഹനത്തിന്റെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തുന്നു. അതിനുശേഷം ഈ ഹാഷിം എത്തി ഈ ഡോർ അടക്കം തുറന്നുകൊണ്ട് ഈ അനുജയെ വിളിക്കുന്നു. അനുജ ആദ്യം ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ഒരു അല്പം ബഹളം വെച്ച് ഒരു പ്രശ്നമുണ്ടാകാൻ പോകുന്ന സമയത്താണ് അനുജ തന്റെ കൊച്ചച്ഛന്റെ മകൻ എന്നോ മറ്റോ ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ പോവുകയാണ്. വിഷ്ണു എന്ന പേര് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇനി ഒരു പക്ഷേ ഈ കൊല്ലും എന്നൊരു പേടി അനുജയ്ക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ ഉണ്ടായി കാണില്ല. പക്ഷെ ഇവർക്കിടയിൽ ഉണ്ടായ ഒരു തർക്കം ഹാഷിം ഒരു പക്ഷേ വളരെ മോശമായി അതിനു മുൻപ് പ്രതികരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ സമയത്ത് ഇറങ്ങി ഹാഷിമിനൊപ്പം പോകാനൊരു പേടി അനുജ പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരുപക്ഷെ പല കാരണങ്ങളുണ്ടാകാം. ഈ അനുജയും ഹാഷിമും തമ്മിൽ ഏറെക്കാലമായി അടുപ്പമുണ്ടാകുന്നു, ഒരു വർഷത്തോളമായി അടുപ്പമുണ്ടാകുന്നു. ഈ തിരുവനന്തപുരത്തൊക്കെ വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഉള്ള ഫോട്ടോകളോ മറ്റ് സഹപ്രവർത്തകർക്കൊപ്പമുള്ള ഫോട്ടോകളോ ഒക്കെ കണ്ടാൽ പോലും ഈ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്ന മനുഷ്യർക്ക് അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം. ആണല്ലോ ഈ അർദ്ധരാത്രി വന്ന് വാഹനം തടഞ്ഞു നിർത്തി കയറ്റിക്കൊണ്ട് പോകണം എങ്കിൽ ഒരു പക്ഷേ അനുജ ഈ ഹാഷിം പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ, ഒരുപക്ഷെ ഈ വിനോദയാത്ര തന്നെ ഹാഷിം എതിർത്തിരുന്നോ, ഇതെല്ലാം ഇനി പോലീസ് പരിശോധിച്ച്
ശാസ്ത്രീയ പരിശോധനയിൽ കൂടെ കണ്ടെത്തേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ചില സംശയങ്ങളിലേക്ക് പോവുക എന്നതിനപ്പുറത്തേക്ക് പോലീസ് അന്വേഷണ ഏജൻസി തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു പ്രകോപനം എന്തെങ്കിലും, അതായത് ഹാഷിം പറഞ്ഞ കാര്യം, ഹാഷിമിന് ഇഷ്ടപ്പെടാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ടാകാം. അത് അനുജയെ കൊലപ്പെടുത്തി ഒരു കൊലപാതകം, ഈ അനുജ കൊല്ലപ്പെടും, ഇപ്പോൾ നമ്മളാരും കൊല്ലപ്പെടും എന്നുള്ള ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ ഇത്രയധികം ആൾക്കൂട്ടത്തിൽ നിന്നൊരു പക്ഷേ ഇറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകില്ല. പക്ഷേ ഇറങ്ങി വരണമെന്നാവശ്യപ്പെടുമ്പോൾ ഇറങ്ങിപ്പോകാൻ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബന്ധമോ ഒക്കെ ഹാഷിമുമായി അനുജയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിപ്പോയത് എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ വലിയ വഴക്കുകളും മറ്റും ഉണ്ടായിട്ടുണ്ടാകും. ഒരുപക്ഷെ നിന്നെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ പോവുകയാണെന്നോ ഒക്കെ ഹാഷിം പറഞ്ഞിട്ടുണ്ടാകാം. അതായിരിക്കാം അതിനുശേഷം അധ്യാപകന്റെ കോൾ വന്നപ്പോൾ ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. ഒരു സ്വാഭാവികമായിട്ടും ഇരുവരും മരിക്കാൻ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാധാരണ പലപ്പോഴും നമ്മൾ അത്തരം ആത്മഹത്യകൾ കാണാറുണ്ട്. അത് വിഷം കഴിച്ചോ അല്ലെങ്കിൽ തൂങ്ങി മരിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കാണാറുള്ളത്. അത് എവിടെയെങ്കിലും ലോഡ്ജിലോ മറ്റോ റൂം എടുത്തോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ അനുജ ഇറങ്ങിപ്പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. നിർബന്ധപൂർവ്വം ഇറങ്ങി പോകുന്ന സമയം, അതായത് അനുജയ്ക്ക് ഹാഷിമിനൊപ്പം ആ സമയം പോകാൻ താല്പര്യമില്ല. അതായത് ഈ മരണത്തെ അടക്കം അനുജ മുന്നിൽ കാണുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി പോകേണ്ട സാഹചര്യത്തിൽ പിന്നീട് അനുജ തിരിച്ചറിയുകയാണ് നമ്മൾ മരിക്കാൻ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്. അങ്ങനെ വേണം ഇത് ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ ഒരു പരിധിവരെ നോക്കി മനസ്സിലാക്കാൻ. ഹാഷിമിന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വാട്സപ്പ് ചാറ്റുകളൊക്കെ സൈബർ സെല്ല് വിചാരിച്ചാൽ ഈ നമ്പർ വെച്ച് വീണ്ടെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഈ ഒരു അന്വേഷണത്തിൽ, ഈ വീട്ടുകാർക്കൊന്നും അറിയില്ലെങ്കിലും ഈ ഫോൺ സംഭാഷണത്തിലൂടെയൊക്കെയാണല്ലോ ആളുകൾ ബന്ധം പലപ്പോഴും നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ, തലേദിവസം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, ഇതെല്ലാം തിരിച്ചറിയാനാകും. ഒന്നാമത് അനുജയുടെ ഫോൺ കൈവശം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ പോലീസ് എത്താൻ ഒരു സാങ്കേതികമായി ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സമയം മാത്രമാണ് ബാക്കി എന്ന് കരുതേണ്ടി വരും ടോം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇതിന്റെ ചുരുൾ അഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടണം. ശ്രീജിത്ത്, വളരെ കൃത്യമായ നിരീക്ഷണമാണ്. പോലീസിനെ സംബന്ധിച്ച് ഇനി കേസിന്റെ ദുരൂഹത അഴിക്കാനുള്ള ഒരൊറ്റ വഴി അനുജയുടെ ഫോൺ പരിശോധിക്കുക എന്നത് മാത്രമാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം നമുക്കറിയാം, പൊതുവെ അധ്യാപകർ എന്ന് പറയുമ്പോൾ, അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഒരു സമൂഹത്തിനുമൊക്കെ മാതൃകയാകേണ്ടവരാണ്. ഇത്തരം വഴിവിട്ട ജീവിതമൊക്കെ പലപ്പോഴും നമ്മൾ ഈ അധ്യാപകരുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ചൊക്കെ അങ്ങനെ കേട്ടുകേൾവില്ലാത്തതാണ്. പക്ഷെ അനുജ കഴിഞ്ഞ ഒരു വർഷമായി ഒരാൺ സുഹൃത്ത് ഹാഷിമുമായി ബന്ധത്തിലായിരുന്നു എന്ന് പറയുന്നു. ഇരുവരും വേറെ വിവാഹ ബന്ധം ഉണ്ടായിരുന്നവരാണ്. രണ്ടുപേർക്കും വേറെ പങ്കാളികൾ ഉണ്ടായിരുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ദുരൂഹതകളുമുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു, അതോ അനുജയെ കാറിൽ കൊണ്ടുപോയി വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തുക, പിന്നീട് ഈ ഹാഷിം ആത്മഹത്യ ചെയ്യുക, ഇതായിരുന്നു പദ്ധതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയേണ്ടത്, ഡോക്ടർ എൽസിയുമിൻ ഈ കേസ് സ്വാഭാവികമായും പരിശോധിച്ച് കാണും, പഠിച്ചു കാണും. ഈ അനുജ എന്ന യുവതി, അധ്യാപിക, ഈ ഒരു പ്രണയക്കെണിയിൽ കുടുങ്ങിയതായിരിക്കുമോ? എങ്ങനെയാണ് ഈ കേസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ഇത്തരം കേസുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധാരാളം വരാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം തന്നെ പല മീഡിയയിലൂടെയും, അതായത് ഇപ്പം ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അങ്ങനെ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലെവലിലുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു സാങ്കേതിക മികവ് നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതൊരു കാരണം തന്നെയാണ്. പണ്ട് ഇത്രയും സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഇത്രയും സാഹചര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒട്ടനേകം ബന്ധങ്ങളിൽ പോയി പെടാറുണ്ട്. അതൊരു കെണിയാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് കെണി തന്നെ ആകാനാണ് സാധ്യത. കാരണം തുടക്കത്തിൽ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള നിലയിൽ തുടങ്ങും. പക്ഷെ പോകെ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ അതിൽ രണ്ടുപേർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ എന്തെങ്കിലും സ്ഥായിയായ വ്യക്തിത്വ വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എത്രയെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ലെവലിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടോക്സിസിറ്റിയുടെ ഒരു സാധ്യത വളരെയധികം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ ഈ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. കാരണം അതുകൊണ്ടാണ്
ഒരു ട്രിപ്പിന് പോവുകയും പകുതി വഴിക്ക് വെച്ച് ഫോൺ വരികയും പെട്ടെന്ന് ഇറങ്ങുകയും ഇതൊരു പ്ലാൻ ചെയ്ത ഉള്ള ഒരു ആത്മഹത്യ പോലെ ഒന്നുമല്ല തോന്നുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലല്ലല്ലോ പോകേണ്ടത്. പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. അതിപ്പോൾ ഏത് വിദ്യാഭ്യാസ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വൈകാരിക പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചായിരിക്കാം പലപ്പോഴും ബന്ധങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഡെപ്ത് കൂടിക്കൂടി വരുന്നു, ആഴം കൂടി വരുന്നു. ഈ ആഴം കൂടി വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമായിട്ട് വരുമ്പോഴൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ട്രാക്ക് തെറ്റിപ്പോകുന്ന ഒരു സാധ്യത വരാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. കാരണം മനുഷ്യരാണല്ലോ, എല്ലാവരും മനുഷ്യരാണല്ലോ. ഇപ്പൊ മനുഷ്യർക്ക് അവരവരുടേതായിട്ടുള്ള ബലഹീന വശങ്ങളും അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും ഒരു സാന്ത്വനമോ അല്ലെങ്കിൽ ഒരുപക്ഷെ സാന്ത്വനം കൊടുക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുകയോ ആ ഒരു ലെവലിൽ നിന്നും മാറി ഒരു വൈകാരിക ബന്ധം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഓൾറെഡി ഒരു പാർട്ട്ണർ ഉള്ളതും അതും നിയമപരമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ളവര് മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥായിയായ പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് വൈകാരികമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കോൾ അറ്റൻഡ് ഈ ഒരു ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഒരു വ്യക്തിക്ക് തോന്നാൻ ഇടയുണ്ട് ഇത് ശരിയല്ല അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള ഒരു ഉൾവിളി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെയധികം ഇല്ലാതെ വരുന്നു. പ്രത്യേകിച്ചും ആ ഒരു ഘട്ടത്തിൽ സഹായം തേടിയില്ലെങ്കിൽ പലപ്പോഴും ഇത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഈ അനുജ എന്ന അധ്യാപികയും ഇങ്ങനെ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം നടത്തി കാണണം. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം ഈ വഴിവിട്ട ബന്ധങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ആദ്യം അബദ്ധത്തിൽ ഈ യുവതികൾ പോയി കുടുങ്ങിപ്പോകും, പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ആകും, മറ്റു ചിത്രങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളും അതായത് ഫോട്ടോകളും ദൃശ്യങ്ങളൊക്കെ കാട്ടി പിന്നീട് ഭീഷണികളാകാം. അങ്ങനെയുള്ള ഭീഷണികളൊക്കെ ഈ കേസിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു ടൂർ പോകുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ടൂർ പോകുന്ന ഒരു അധ്യാപക പിന്നീട് തിരികെ വരുന്ന വഴി മറ്റൊരു ബന്ധുവാണ് എന്ന് പറഞ്ഞ് ഈ ഹാഷിമിനൊപ്പം ഇറങ്ങിപ്പോകുന്നു, വാഹനത്തിൽ കയറിപ്പോകുന്നു. സ്വാഭാവികമായും അത്തരം ഭീഷണികളൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് ഈ അന്വേഷണത്തിൽ പരിശോധിക്കേണ്ടതായിരിക്കുമോ? തീർച്ചയായിട്ടും. കാരണം അത്തരം ഒരു സാഹചര്യം ആയിരിക്കണമല്ലോ ഉള്ളത്. അല്ലെങ്കിൽ ബാക്കി ടീച്ചേഴ്സിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഇറങ്ങി പോകത്തില്ലല്ലോ. അങ്ങനെ ഞാനതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു ബന്ധത്തിൽ നിന്നും അബദ്ധത്തിൽ പോയി പെട്ടാൽ പോലും അതിൽ നിന്ന് പിൻവാങ്ങണമെന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ക്ലേശകരമായി മാറുന്നു. കാരണം ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും അല്ലെങ്കിൽ ഈ വൈകാരികമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും വൈകാരികമായിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും തിരിച്ചു വരാനായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അനേകം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ആത്മഹത്യ എന്നുള്ളത് നരമ്പ് മുറിക്കുന്ന ഫോട്ടോ ഇടുക അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന ഫോട്ടോ ഇടുക, ഇതൊക്കെ കാണിച്ച് ഞാൻ ഇപ്പൊ ചെയ്ത് കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ലൈവ് ആക്കി വരിക, അത്തരമൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ പണ്ടത്തേതിൽ അപേക്ഷിച്ച് ഉണ്ട്. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വളരെയധികം പാനിക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ പോലുള്ള ഒരു ധൈര്യം ഇല്ലാതെ വരും. കാരണം താനിത് തുറന്നു പറഞ്ഞാൽ തന്നെ കുറ്റവാളിയാക്കി അല്ലെങ്കിൽ തെറ്റുകാരിയാക്കി സമൂഹം കാണും, കൂടെയുള്ളവർ കാണും എന്നുള്ള ഭയം കൊണ്ട് ആരോടെങ്കിലും പറഞ്ഞ് അതിന് വേണ്ടുന്ന ഉചിതമായിട്ടുള്ള ഹെൽപ്പ് എടുക്കാൻ പോലും പലപ്പോഴും സ്ത്രീകൾ വിമുഖത കാണിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സമൂഹം ആ തലത്തിലാണ് ഒരു സ്ത്രീയെ വീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ആ ഒരു നൈമിഷികമായ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ ഉണ്ടായ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ കാണാതെ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ആ സ്ത്രീയെ കുറ്റം ചാർത്തുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നിലനിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ ഇത്തരം അബദ്ധങ്ങളിൽ പോയി പെട്ടാലും ഹെൽപ്പ് സീക്കിംഗ് എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് മടി കാണിക്കുന്നു. അത് തന്നെയല്ല, എത്രയും ഗോപ്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ത്വരയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാവരും തന്നെ കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സാഹചര്യം കൂടുതൽ ടൈറ്റ് ആകുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു പക്ഷേ എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടാൽ അന്നേരവും നമ്മൾ സഹായം തേടാനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. കാരണം ഇത്തരം ബ്ലാക്ക്
ബ്ലാക്ക്മെയിലിങ്ങോ അല്ലെങ്കിൽ അഥവാ ഒരു സൗഹൃദത്തിൽ പോയി പെട്ടു അല്ലെങ്കിൽ അത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു സ്ത്രീയുടെ ഒരു അനുവാദം പോലും കൂടാതെ വളരെയധികം ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ച് അവരെ ഒരു കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കാര്യവും വളരെ ഹീനമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്തപ്പെടാൻ സാധ്യതയുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടർ എൽസ്യൂമൻ ഇവിടെ ആരുടെ സഹായം തേടും? കാരണം ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ പലപ്പോഴും ഇരകളാകപ്പെടുന്നത് വളരെ സാധാരണക്കാരായ വീട്ടമ്മമാർ അതല്ലെങ്കിൽ യുവതികളൊക്കെയാണ്. ഈ ഒരു കെണി ഇതൊരു പ്രണയ കെണിയാണ്, ഒരു ചതിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീട് അതിൽ നിന്നും മോചിതരാകാനുള്ള ശ്രമം അത് പലപ്പോഴും പ്രാവർത്തികമാകുമോ അല്ലെങ്കിൽ ഫലപ്രദമാകുമോ? ഡോക്ടർ എൽസ്യൂമൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ സഹായം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായം, അതല്ലെങ്കിൽ അവരുടെ പങ്കാളിയുടെ സഹായം, ഇങ്ങനെയൊക്കെ ഒരു സഹായം തേടി പോകുമ്പോൾ സ്വാഭാവികമായും അത് അവരുടെ കുടുംബജീവിതത്തെ അടക്കം ബാധിക്കും. ഉറ്റവര് ബന്ധുക്കള് ഒക്കെ അറിയുമെന്ന ഒരു നാണക്കേട് ഇതൊക്കെ ആകാം ഒരുപക്ഷെ ഇവരെ പരാതിപ്പെടാനും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകാനൊക്കെ ഒരു വലിയ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പരിഹാരമായി താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഇത് ഒന്നുമല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അവർക്ക് തുറന്നു പറയാം. ഏതെങ്കിലും ഒരു സുഹൃത്ത് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത്തരം സമാനതകളിലൂടെ പോയ ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവർ നേരിട്ട് വരാനുള്ള ഒരു സ്റ്റെപ്പ് അവരെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ സുഹൃത്തായിരിക്കും കൊണ്ടുവരുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സ് വളരെയധികം സെൻസിബിൾ ആയിട്ടാണ് ഇത്തരം കേസസ് കൈകാര്യം ചെയ്യുന്നത്. കാരണം അവർക്കും കുടുംബജീവിതത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാവുന്നത് കൊണ്ട് അവർ പലപ്പോഴും മറ്റേ എതിർവശത്ത് ആരാണോ അവരെ വിളിച്ച് താക്കീത് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു മനോരോഗ വിദഗ്ധന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയോ ഈ തരത്തിലൊക്കെയും ചെയ്ത് വളരെ മച്ചുവേർഡായിട്ടും സെൻസിബിൾ ആയിട്ടും പോലീസ് ഓഫീസേഴ്സ് കൈകാര്യം ചെയ്ത് ഞാൻ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തലത്തിലേക്ക് ഭയം കാരണമാണ് പലപ്പോഴും ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാത്തത്. ഭയം കാരണം ചെയ്യാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവസാനം ഇതേപോലെ എല്ലാ തലത്തിലും കൈവിട്ടു പോയിട്ട് അവസാനം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അല്ലെങ്കിൽ അത് ഒരു ദുരന്തത്തിൽ ചെന്ന് കലാശിക്കുകയും അത് സൂചിയും കൊണ്ട് എടുക്കേണ്ടത് തൂമ്പാൻ കൊണ്ട് എടുത്താൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു നിലയിൽ ചെന്നെത്തി കഴിയുമ്പോൾ എല്ലാ തലത്തിലും കൈവിട്ട് കഴിയുമ്പോൾ ഭയപ്പെട്ടതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ വന്നെത്തുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവനവൻ അത് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുറന്നു പറയാനായിട്ട് മറ്റേതെങ്കിലും ഒരു സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു മനോരോഗ വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. അവരിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവർക്ക് നിയമസഹായം തേടാവുന്നതാണ്. കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും നന്നായി കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ തലത്തിലേക്ക് നമ്മുടെ ജനത്തിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ അവയർനെസ് ഉയർത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബസ്ഥരായിട്ടൊക്കെ കഴിയുമ്പോൾ നല്ല ഉദ്ദേശം വെച്ച് തുടങ്ങിയാലും ചിലപ്പോൾ അത് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് അത് മുൻ നിർത്തി അത് കണ്ട് അത് മുന്നോടിയായിട്ട് കണ്ട് വരുംവരായികളെ അസസ് ചെയ്യാനുള്ള ഒരു കെൽപ്പും ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിൽ നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് മുന്നോട്ട് പോയാൽ എന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത് എന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന അങ്ങനെ ഒരു കടപുഴകി എറിഞ്ഞു കളയുന്ന സകലതും തകർത്ത് കളയുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തുടങ്ങുമ്പോൾ തന്നെ അതൊരു അടിവര ഇടുകയോ ഫുൾ സ്റ്റോപ്പ് ഇടുകയോ നിർത്തുകയോ ചെയ്യണം. കാരണം ഇത്തരം ഇഷ്യൂസ് ഉള്ളവര് ഏറ്റവും അവസാനമല്ല ഇത്തരം വൈകൃത സ്വഭാവങ്ങളൊക്കെയും വെളിവാക്കുന്നത്. തുടക്കം മുതലേ തന്നെ വളരെയധികം ലക്ഷണങ്ങൾ അവർ കാണിച്ചു കൊടുക്കാറുണ്ട്. വളരെയധികം ആ ടോക്കിലൂടെ അല്ലെങ്കിൽ ചാറ്റിലൂടെ അവരുടെ പേഴ്സണൽ സംഭാഷണത്തിലൂടെ ഒക്കെ ഇതിന് മുന്നറിയിപ്പ് തരുന്ന ഒരുപാട് വാർണിംഗ് സൈൻസ് തീർച്ചയായിട്ടും അവർ കൊടുത്തിരിക്കും. ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഈ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഇത്തരം തരത്തിലുള്ള ടോക്കോ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെയും ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് എടുത്ത് തക്ക സമയത്ത് അത് കൂടുതൽ ഒരു ബന്ധം ദൃഢമാക്കി കൊണ്ടുപോകുന്നതിന് ആ ഒരു തരത്തിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് സുരക്ഷിതമാകാനുള്ള ഒരു മച്യൂരിറ്റിയും നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾ കാണിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വരാതെ സൂക്ഷിക്കാനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ കാരണം മനുഷ്യരാണ് ഏത് സമയത്തും ഇതുപോലുള്ള ഒരു എക്സ്ട്രാ റിലേഷനിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ എൽസ്യൂമൻ തന്നെ താങ്കൾക്ക് തന്നെ ഇത്തരം നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുള്ള
ഒരു അനുഭവ പരിചയമുണ്ട്. കാരണം ഇതുപോലുള്ള കെണിയിലൊക്കെ കുടുങ്ങുന്ന യുവതികൾ പിന്നീട് മറ്റ് സഹായം തേടി താങ്കളെപ്പോലുള്ള മനഃശാസ്ത്രജ്ഞരുടെ സമീപത്ത് വരാം, നിയമസഹായം തേടി പോലീസിന്റെ അടുത്ത് പോകാം. എന്തുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു എക്സ്ട്രാ റിലേഷൻസ് ഇങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ കൂടി വരാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു ഫാമിലി ലൈഫിൽ വരുന്ന, ഞാൻ ഈ ഒരു കേസിനെ ആസ്പദമാക്കിയല്ല പറയുന്നത്, പൊതുവായിട്ട് പറയുകയാണ്. ഇതിന്റെ നമ്മളങ്ങനെ ആധികാരികമായിട്ട് പറയാൻ ആളുമല്ലല്ലോ. പൊതുവായിട്ട് സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ പോയി അകപ്പെടുന്നത് കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭാര്യാഭർതൃ ബന്ധത്തിന്റെ ഇഴയെടുപ്പത്തിനെ സാരമായി ബാധിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് പുറമേ നിന്നൊരു വൈകാരികമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആളുണ്ട് എന്ന് തോന്നുമ്പോൾ ആ ഒരു തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചില വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ, അങ്ങനെയുള്ളവർക്ക് വിവാഹേതര ബന്ധങ്ങൾ, ഇപ്പൊ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ ചെന്നെത്തപ്പെടാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. ആ ഒരു തലത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ കൗതുകത്തോടെ കാണുന്നത് നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫാമിലി ലൈഫ് ഉള്ളപ്പോഴും കെയറിംഗ് ആയിട്ടുള്ള ജീവിത പങ്കാളി ഉള്ളപ്പോഴും സാഹചര്യത്തിന്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം വിവാഹേതര ബന്ധത്തിൽ എത്തപ്പെട്ട കപ്പിളിനെയും അല്ലെങ്കിൽ എത്തപ്പെട്ട സ്ത്രീയെയും പുരുഷനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാനസികമായിട്ടുള്ള ബലഹീനതകൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നമ്മളൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്തിലെ വിശ്വസ്തത എന്നുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്. അതായത് മരണം വരെയോ അല്ലെങ്കിൽ ഈ ബന്ധം നിലനിൽക്കുന്നത് വരെയോ പരസ്പരം വിശ്വസ്തയോടെ പോകാം എന്നുള്ള ഒരു ക്രൈറ്റീരിയ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മാത്രമേ ആ ബന്ധം ദൃഢമാകുന്നുള്ളൂ. അപ്പൊ ആ വിശ്വസ്തത എന്നുള്ള ഒരു കമ്പോണന്റിന് ഒരു ക്ഷതമേൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വീക്ക് ആകുമ്പോൾ അതിന് പ്രധാന ഒരു കാരണം ഈ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരാം. അത് തന്നെയല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നും കിട്ടുന്ന ഇമോഷണൽ ചാർജസ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള പുരുഷന്മാരൊക്കെയും ഇത്തരം കെണിയിൽ പോയി പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് പോയി പെടാം. പലപ്പോഴും ഈ ആദ്യമേ ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങളല്ലാതെ മൂന്നാമത്തെ കാരണം, അതായത് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം പോകുന്നു, എന്നിട്ടും ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് സാധാരണ സൗഹൃദത്തിൽ തുടങ്ങുന്നതാണ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ തുടങ്ങുന്നതാണ്. പക്ഷെ ഈ ആ ഒരു ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദത്തിൽ തുടങ്ങിയാലും ട്രാക്ക് തെറ്റിപ്പോകും. അത് ചാറ്റിന്റെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നു, എന്തിനും ഏതിനും മറ്റേ ആളിനെ ആശ്രയിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ആകർഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സെക്ഷുവാലിറ്റിയിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന്റെ തലച്ചോറ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള പരസ്പര വിശ്വാസം അല്ലെങ്കിൽ വിശ്വസ്തത വേണം എന്ന് അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ തുടക്കം മുതലേ അതിന് ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങളിൽ പോയിപ്പെടാൻ സ്ത്രീക്കാവും ആകാം പുരുഷനാകാം, രണ്ടുപേർക്കും ഒരേ രീതിയിൽ അതിന്റെ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക വിദ്യ തന്നെയാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ആരും അറിയാതെ കൊണ്ടുപോകാനും വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോകാനും ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ അത് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു സാങ്കേതിക തികവ് അല്ലെങ്കിൽ മികവ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൂടെയാണ്. അതിന് പോസിറ്റീവ് വശം ഉണ്ടെങ്കിലും അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ബന്ധങ്ങളിൽ വരുന്ന ശിഥിലത തന്നെയാണ്. വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. വളരെ പ്രേക്ഷകരമായ നല്ലൊരു ആശയമാണ് പങ്കുവച്ചത്, ഉപദേശമാണ് അങ്ങ് പങ്കുവച്ചത്. ഏത് സമയത്തും മനുഷ്യൻ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ പലപ്പോഴും അത് പിന്നീട് വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. ഇതിൻ്റെ ഒരു ഇരയാണ്, അതായത് ഈ വഴിവിട്ട ജീവിതത്തിൻ്റെ ഒരു ഇരയാവുകയാണ് അനുജയും അതോടൊപ്പം ഹാഷിമും. അവരുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത നീങ്ങിയിട്ടില്ല. ഒരു വർഷത്തിൽ അധികമായി ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്ന് പറയുന്നു. പക്ഷേ എന്താണ് ആ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കാനുള്ള കാരണം എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഏറെ കോളിളക്കമുണ്ടാക്കിയ കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ചുരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ മദ്രസയിൽ വെച്ച് 2017 മാർച്ച് 20 കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്.
ഒന്നും പറയാനില്ല, ജഡ്ജ്മെന്റ് വായിച്ചു നോട്ടെ. കാരണം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി. അത് മാത്രമല്ല, നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ്. DNA തെളിവുകളുണ്ട്. ഒന്നാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് DNA തെളിവുകളുണ്ട്. റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ്. ഒന്നാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ, അതാണ്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര, അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ സംഭവം നടന്നു 4 ദിവസമായപ്പോഴും കേരള നിയമസഭയിലടക്കം സബ്മിഷൻ വന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മേലെയും അതുപോലെ ഗവൺമെൻറ് മേലെയും പല പ്രശ്നവും വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തണമെന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. പരോള് പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇൻട്രീം ബെയിൽ പോലും കിട്ടാതെ 7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ പ്രോസിക്യൂട്ടറുടെ പ്രതികരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പഴുതടച്ച അന്വേഷണം നടന്നു, എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുന്നതിൽ പോലീസ് വിജയിച്ചു, കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നൊരു കേസ്, ഒരു സാക്ഷി പോലും കൂറുമാറാത്ത കേസ്, മുഴുവൻ സാക്ഷികളെയും പ്രോസിക്യൂഷന് അനുകൂലമായ രീതിയിൽ കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് കേസ്. അങ്ങനെ ഒരു കേസിലാണ് കോടതിയിൽ നിന്നും പ്രോസിക്യൂഷന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കൊലയാളികളെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേസിൽ എന്താണ് സംഭവിച്ചത്? ടോമെ, കാസർഗോഡ് കേളുകുട്ട സ്വദേശികളായ അഖിൽ, നിതിൻ, അജേഷ്, ഈ 3 പേരാണ് ഇതിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. ഈ 3 പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ 7 വർഷക്കാലമായി റിമാൻഡിൽ, അതായത് ജാമ്യം പോലും ലഭിക്കാതെ റിമാൻഡിൽ കഴിയുകയായിരുന്നു ഈ 3 പേരും. ഇവരെയാണ് ഇപ്പോൾ ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ജഡ്ജ്മെന്റ്, പൂർണ്ണ രൂപത്തിലുള്ള ജഡ്ജ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ എന്താണ് ഇതിന് കാരണം എന്നത് പറയാൻ പറ്റൂ. നേരത്തെ നമ്മൾ പ്ലേ ചെയ്തത് ടി ഷീജിത്താണ്. ഇദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹം കൃത്യമായി അതിൽ വിവരിക്കുന്നുണ്ട്, ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ തെളിവുകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ പല തെളിവുകളും ഹാജരാക്കി കോടതി ഏതെങ്കിലും തരത്തിലൊരു എതിരഭിപ്രായം പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്നിട്ടും ഇത്തരത്തിലൊരു വിധി എങ്ങനെ വന്നു, അതായത് 3 പേരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ജഡ്ജി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കൂടുതൽ ഒന്നും പറയാതെ ജഡ്ജി എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതിന്റെ പൂർണ്ണ രൂപം വരണം, എന്താണ് ഇതിന് ബാക്കി കാര്യങ്ങൾ, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ജഡ്ജ്മെന്റിൽ ഉണ്ടാവുമോ എന്ന് അറിയണം. എന്തായാലും 2017 ഈ സംഭവം ഉണ്ടായത്. കാസർഗോഡ് നഗരത്തിന് തൊട്ട് സമീപം ചൂരി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മസ്ജിദിൽ കിടക്കുകയായിരുന്ന റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 പ്രതികളും അതിക്രമിച്ച് ഇവിടെ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. വലിയ സംഘർഷം ഇതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതികളെ 3 ദിവസം കൊണ്ട് തന്നെ പ്രതികളെ പോലീസിന് പിടിക്കാൻ സാധിച്ചു. പക്ഷേ ആ കേസിൽ ഇത്രയും 7 വർഷം ഇവർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. പ്രതിഭാഗം അഭിഭാഷകനാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഒരു തെറ്റും ചെയ്യാതെ നിരപരാധികളായവരെ 7 വർഷം ജയിലിലിടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നീതി ലഭിച്ചു എന്നൊരു വാക്കുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഈ
ബന്ധുക്കൾ വലിയ സങ്കടത്തിലാണ്. നമുക്കറിയാം ഇവർ കൊടക് സ്വദേശികളാണ്. ഇവരുടെ ഈ റിയാസ് മൗലവിയുടെ ഭാര്യ, സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇന്ന് കോടതിയിലെത്തിയിരുന്നു. അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. നീതി കൃത്യമായ തക്കതായ ശിക്ഷ കിട്ടും, തങ്ങൾക്ക് നീതി കിട്ടും എന്ന ഒരു ആത്മവിശ്വാസം ഇവർ രാവിലെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിധി വന്നപ്പോൾ വലിയ നിരാശ ഇവർക്ക് അനുഭവപ്പെട്ടു. ഇതിൽ പലരും വികാരം കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അവർ കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത്. ബൈജു സൂചിപ്പിച്ചതുപോലെ റിയാസ് മൗലവിയുടെ ഭാര്യയും മറ്റു ഉറ്റ ബന്ധുക്കളും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. പിന്നീട് നിരാശയോടെയാണ് അവർക്ക് കോടതിയിൽ നിന്നും പോകേണ്ടി വന്നത്. ഏറെ ഈ കേസിൽ, ഈ വിധിയിൽ ഏറെ നിരാശയാണ് റിയാസ് മൗലവിയുടെ ഭാര്യ പ്രകടിപ്പിച്ചത്. അവരുടെ വാക്കുകളിലേക്ക്. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിയുടെ വെള്ളെ പറയാൻ കിട്ടുന്നില്ല. എന്തോ എന്നെ കുട്ടീനെ കാണുന്നില്ല. കെ വി ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇന്ന് കോടതി പരിസരം സാക്ഷ്യം വഹിച്ചത്. അതായത് റിയാസ് മൗലവിയുടെ ആ വധക്കേസിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ, കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കോടതിയിലെത്തിയ, വിധി കേൾക്കാനെത്തിയ കുടുംബത്തിന് പിന്നീട് നിരാശയോടെ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം. നമ്മൾ ഈ കേസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും. 90 ദിവസത്തിനകം തന്നെ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തി 90 ദിവസത്തിനകം തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. കേസിൽ 2019 വിചാരണ ആരംഭിക്കുന്നു, 2022 പൂർത്തിയാകുന്നു. അതായത് 3 വർഷം കൊണ്ട് ഈ വിചാരണ പൂർത്തിയാകുന്നു. അതിനകം 8 ജഡ്ജിമാരുടെ മുൻപാകെ ഈ കേസ് പരിഗണനയ്ക്കെത്തി. 5 ജഡ്ജിമാർ വാദം കേട്ടു. വിചാരണയിൽ 97 സാക്ഷികളെ വിസ്തരിച്ചു. അങ്ങനെ 215 രേഖകൾ, 45 തൊണ്ടിമുതലുകളടക്കം കോടതി പരിശോധിച്ചു. മാത്രമല്ല, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പലതവണയാണ് ഈ കേസിന്റെ വിധി പറയുന്നതിൽ പോലും പലപ്പോഴും കോടതി പല ഘട്ടങ്ങളിലായി കേസ് വിധി പറയുന്നത് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഏതെങ്കിലും രീതിയിൽ കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ഒരു ആക്ഷേപം, പരാതി കുടുംബത്തിനുണ്ടോ ബൈജു? ടോമെ, ഈ കാര്യം കുടുംബാംഗങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അവർക്ക് ഇപ്പോഴും തൃപ്തരാണ് എന്നാണ് പറഞ്ഞത്. പോലീസ് കൃത്യമായി അന്വേഷിച്ചു. പക്ഷേ എവിടെയാണ് പിഴവ് വന്നത് എന്നത് പൂർണ്ണമായ വിധി പകർപ്പ് വന്നാൽ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ അവർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് പ്രോസിക്യൂഷനും പോലീസും തൃപ്തികരമായിരുന്നു എന്നാണ്. എന്തായാലും ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കേസിൽ 8 ജഡ്ജിമാർ മാറുന്നു. അതായത് കോവിഡിനെ തുടർന്നും ഒപ്പം ഈ ജഡ്ജിമാർ സ്ഥലം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ 8 ജഡ്ജിമാരാണ് ഈ വിചാരണ നടപടികൾ കേട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സംഭവത്തിൽ തെളിവുകളാണ്. പ്രധാനമായി ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കി. അതായത് ഈ റിയാസ് മൗലവിയുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന രക്തക്കറ അത് ഈ പ്രതികളുടേതാണെന്ന് DNA ടെസ്റ്റ് ഉൾപ്പെടെ തെളിയിച്ചതാണ്. ഒപ്പം ഇത്തരത്തിൽ തൊണ്ടി മുതൽ ഉൾപ്പെടെ ഹാജരാക്കാൻ പറ്റി. ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നു. അത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ എങ്ങനെ വെറുതെ വിട്ടു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അഭിഭാഷകനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ വിധി പകർപ്പ് വളരെ പ്രധാനമാണ്. എന്തായാലും ഇതിൽ സർക്കാർ അപ്പീൽ പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പഠിച്ചതിന് ശേഷം അപ്പീൽ പോകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ റിയാസ് മൗലവിയുടെ ഭാര്യയുടെ വാക്കുകളാണ്. വളരെ വികാര നിർഭരമായ വാക്കുകളായിരുന്നു. വലിയ പ്രതീക്ഷ ഈ കേസിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു സാക്ഷി പോലും, അതായത് 64 സാക്ഷികളെ ഹാജരാക്കി ഒരു സാക്ഷി പോലും കൂറുമാറാത്തൊരു കേസിൽ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചു എന്നത് തന്നെയാണ്. ഏതായാലും നിലവിൽ കാസർഗോഡ് ജില്ലയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ജില്ലയിലുടനീളം പോലീസ് കർശന പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ, അതായത് അവധിക്ക് പോയ മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. രാവിലെ ഈ കോടതിയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. ജഡ്ജിനടക്കം ആയുധധാരികളായ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം കോടതി പരിസരം പോലീസ് വലയത്തിലായിരുന്നു. അകത്ത് കയറുന്നതിന് ഓരോ ആളെയും പരിശോധിച്ച്, അതായത് അഭിഭാഷകരെ പോലും പരിശോധിച്ചായിരുന്നു കോടതിയിൽ കയറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹമായിരുന്നു. SP നേരിട്ട് കോടതിയിൽ ഉണ്ടായിരുന്നു. SP നേരിട്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ശ്രീനി
ശ്രീനിവാസ്, അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലാണ്. അദ്ദേഹം ഇന്ന് ഈ വിധി കേൾക്കാനായി ഇന്ന് കോടതിയിലെത്തിയിരുന്നു. അദ്ദേഹം വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് എന്തായാലും ഇവർക്ക് പ്രതികൾക്ക് തക്കതായ ശിക്ഷ അദ്ദേഹമായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാനൊന്നും തയ്യാറായില്ല. വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കാനും പറ്റൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയത്. എന്തായാലും ഇത്തരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷ ഇന്നുണ്ടായിരുന്നു. ഏതായാലും കാസർഗോഡ് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഒപ്പം ഈ പ്രതികൾക്കും ഈ വെറുതെ വിട്ട ഇവർക്കും ഇപ്പോൾ സുരക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക. എന്തായാലും അവരുടെ കാര്യത്തിലും പോലീസ് അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ വലിയ തോതിൽ സാമുദായിക സംഘർഷമുണ്ടായ ഒരു ജില്ലയാണ്. ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ 2017 നടന്ന ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിലുള്ള സംഭവം ഉണ്ടായിരുന്നു. നേരത്തെ നിരവധി കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കുന്ന ഒരു ജില്ലയാണ്. നമുക്കറിയാം, മഞ്ചേശ്വരം, കാസർഗോഡൊക്കെ നേരത്തെയും നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ലയാണ്. നിരവധി കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് എന്തായാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. എന്തായാലും ഈ വിധി പകർപ്പ് വളരെ പ്രധാനമാണ് ടോമെ. ആ വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ ഈ കേസിലെ 3 പേരെയും വെറുതെ വിട്ട് എന്നുള്ള കൃത്യമായ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. വ്യക്തമാണ്. KV ബൈജു സൂചിപ്പിച്ചതുപോലെ വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. നിലവില് കോടതി ഒരൊറ്റ വാക്കിൽ പറയുകയാണ് 3 പ്രതികളെയും വെറുതെ വിട്ടെന്ന്. എന്താണ് പ്രോസിക്യൂഷന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ആടുജീവിതം സിനിമ തിയേറ്ററുകളിൽ വലിയ തരംഗമായി മാറുമ്പോൾ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയത് വലിയ ചർച്ചയാവുകയാണ്. വ്യാജ പതിപ്പ് അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നാണ് കണ്ടെത്തൽ. മലയാളികളെ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിൽ അന്വേഷണം നടത്തുകയാണ്. 1ലധികം സ്ഥലങ്ങളിൽ നിന്ന് ചിത്രം പകർത്തിയതായും സംശയമുണ്ട്. മലയാളികളുടെ വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നിലവില് സംവിധായകൻ ബ്ലെസു നൽകിയ പരാതിയിലാണ് സൈബർ പോലീസ് ഈ വ്യാജ പതിപ്പ്, ആടുജീവിതം എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയ സംഭവം പരിശോധിക്കുന്നത്. അത് അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത് പകർത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം. പക്ഷെ നിലവില് ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ചാണല്ലോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്, സൈബർ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ആ ഒരു മേഖലയിൽ നിന്നും ചിത്രം പകർത്തിയതായിട്ടാണോ പോലീസ് കരുതുന്നത്? ടോം, നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ടോം സൂചിപ്പിച്ചത് ശരിയാണ്. ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിൽ സീരിയൽ താരമായിരുന്ന ആലിസ് ക്രിസ്റ്റിയും ഭർത്താവും സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ അവരുടെ പിന്നിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നത് കണ്ടു എന്ന് അവര് തിയേറ്റർ ഉടമകളോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അതേ തുടർന്ന് തിയേറ്റർ ഉടമകൾ അതിന് നടപടിയൊന്നും എടുത്തില്ല. തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകിയത്, പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സംവിധായകൻ ബ്ലസി ഇത് സംബന്ധിച്ചിട്ട് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുവെന്നുള്ള പരാതി എറണാകുളം സൈബർ സെല്ലിന് നൽകിയിട്ടുണ്ട്. അതേ തുടർന്നുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അതായത് ഈ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ വോയിസ് ഓവർ, അതായത് താൻ ഇത് പകർത്തി വ്യാജ പതിപ്പ് തന്റെ കയ്യിലുണ്ട് എന്ന് തരത്തിൽ എന്ന കാര്യങ്ങൾ വെളിവാക്കുന്ന തരത്തിലുള്ള വോയിസ് ഓവറുകൾ പോലീസിന് ബ്ലസി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആടുജീവിതം കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മലയാളി പ്രേക്ഷകരിലേക്ക് ആടുജീവിതം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിനോട് വളരെയധികം ജാഗരൂകരായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ് ഇത്തരം വ്യാജ പതിപ്പുകൾ അപ്ലോഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളെല്ലാം സൈബർ സെൽ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അമേരിക്കയിലെ IPTV എന്നുള്ള ലോഗോയോട് കൂടിയാണ് ഈ സിനിമ അപ്ലോഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വാതുവയ്പ് നടത്തുന്ന ഒരു രാജ്യാന്തര സംഘടനയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഭീഷണി ഉണ്ടായതായും ആരോപണമുണ്ട്. എന്തായാലും
ഒരു സിനിമയുടെ എഫേർട്ട് മനസ്സിലാക്കാതെ ഇത്തരം വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്ന പ്രവണത ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പോരാടാണ് ആടുജീവിതത്തിന്റെ അണിയറ പ്രവർത്തകരുടെ നീക്കമെന്നാണ് മലയാള സിനിമകളൊക്കെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയിലും കാനഡയിലുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ IPTV വഴിയാണ്. ഈ IPTVയുടെ ലോഗോ അവർ ഉപയോഗിക്കുന്നുണ്ട്. ലോഗോ ഉപയോഗിച്ചതാണോ അത് IPTVയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ടോ, പുറത്തു വരുന്നുണ്ടോ, അങ്ങനെ എന്താണ് നിലവിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ചിത്രം എത്തുന്നത്, പുറത്തു വരുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതോടൊപ്പം പോലീസിനും ലഭ്യമായിട്ടുണ്ട്. നിലവിൽ സമൂഹ മാധ്യമങ്ങളിലും വിവിധ വെബ്സൈറ്റുകളിലും സിനിമ പ്രചരിക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. വിവിധ വെബ്സൈറ്റുകളിലൂടെ സിനിമ പ്രചരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തുന്ന, പ്രത്യേകിച്ചും ഇങ്ങനെ വ്യാജ പതിപ്പുകൾ എത്തുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിഗ്രാമാണ്. ടെലിഗ്രാമിനെ കൂടുതൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് സൈബർ പോലീസ്. ഇപ്പോൾ സൈബർ സെൽ ഇടങ്ങളിലെല്ലാം ടെലിഗ്രാമിന്റെ വിവിധ ഗ്രൂപ്പുകൾ, മലയാള സിനിമ, ഇംഗ്ലീഷ് സിനിമ, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളാണ് ടെലിഗ്രാമിലൂടെ സിനിമ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മുൻപ് കാണാത്ത ഒരു സിനിമയാണെങ്കിൽ പോലും അത് ആദ്യം സെർച്ച് ചെയ്യുന്ന ടെലിഗ്രാമിന്റെ ഗ്രൂപ്പിലാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിലും നല്ല സിനിമകൾ കാണാനുള്ള സാഹചര്യം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ടെലിഗ്രാമിലൂടെ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പുതിയ ഒരു ടീമിന്റെ എഫേർട്ടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അത് OTT പ്ലാറ്റ്ഫോമിൽ വരികയോ അതല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് വരികയോ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇത്തരം വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കി ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത് എന്നാണ് സംവിധായകൻ ബ്ലസി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നാണ് ആടുജീവിതത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോകാനും ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വോയിസ് ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ഇത് അപ്ലോഡ് ചെയ്ത യുവാവിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് ബ്ലസി സൈബർ സെല്ലിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ IPTV വഴിയാണ് ഇത്തരം സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. IPTVയുടെ ലോഗോയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി കാരണം നമുക്കറിയാം ബ്ലസി എന്ന സംവിധായകന്റെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനം, അത് ഈ രീതിയിൽ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധം തന്നെ അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആ സിനിമയുടെ അണിയർ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ നിരാശപ്പെടുത്തുന്നതാണ്. അവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ അപ്ലോഡ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ്. ഇനി ഈ സൈറ്റുകളിൽ നിന്നും അത് പിൻവലിപ്പിക്കുക എന്നൊരു കാര്യം അത്ര എളുപ്പമുള്ളതാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലാണ് ഇതിന്റെ അഡ്മിന്മാർ, അവിടെ നിന്നാണ് ഇത് അപ്ലോഡ് ചെയ്തതെന്ന് പറയുന്നു. അത് പോലീസിനെ സംബന്ധിച്ച് ഇനി ഇതിന്റെ ലിങ്കുകൾ ഈ സൈറ്റുകളിൽ നിന്നും വിച്ഛേദിപ്പിക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ ആജ്ഞ? അത് സൈബർ പോലീസിന് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നാണ് ടോം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ലിങ്കുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ്. നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മിക്കവാറും ഇത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ മലയാളികളായ ആളുകൾ ഉൾപ്പെട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ ലിങ്കുകൾ കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ടെക്നിക്കൽ രീതിയിലേക്ക് മാറിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിലേക്ക്, ഇത്തരം അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട്. ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സൈബർ പോലീസിനെ സംബന്ധിച്ചാലും. എന്നാൽ ഇത് ഷെയർ ചെയ്യപ്പെട്ട ആൾക്കാരെയോ അല്ലെങ്കിൽ ഈ വ്യാജ പതിപ്പുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്താൽ ഒരു പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട സൈബർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് കാനഡയിൽ നിന്നാണ് ചിത്രം അപ്ലോഡ് ചെയ്തത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അതായത് നാളെ